എന്നോട് ഇപ്പോൾ ഉള്ളത് ഒരു ടീച്ചറാണ്. ടീച്ചറാണോ? ആണോ? ടീച്ചറാണെന്ന് ചോദിച്ചാൽ ടീച്ചറാണ്, പാട്ടുകാരിയാണെന്ന് വെച്ചാൽ പാട്ടുകാരിയാണ്, ഡാൻസുകാരിയാണെന്ന് വെച്ചാൽ ഡാൻസുകാരിയാണ്, അഭിനയിക്കും ചെയ്യും. അങ്ങനെ ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. പേരാണ് നിഷ ടീച്ചർ. ഹായ് നിഷ ടീച്ചർ. സന്തോഷം. ടീച്ചർ. അപ്പൊ നമ്മൾക്ക് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. തൃശ്ശൂരുകാരിയാണ്. അതെ, തൊട്ടടുത്ത. ഞാൻ പോകുന്നത് അയ്യന്തോൾ. പക്ഷെ സംസാരത്തില്ല തൃശ്ശൂർ സ്ലാങ് ഇല്ല കേട്ടാ. അത് പിന്നെ ഞാൻ കുറച്ചിങ്ങനെ എന്തിനു പിടിച്ചുപിടിച്ച് സംസാരിക്കണം? നമ്മൾ ആരെയും പേടിക്കണേ? പേടിച്ചിട്ടില്ല, സംസാരിച്ചു. ചോദിക്കൂ. ഓക്കെ, അപ്പൊ നിലവില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണോ? അല്ല, ഈ വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഇയർ വരെ ഉണ്ടായിരുന്നു ജോലി. എന്താ വെച്ചാൽ ഒരു വർഷമേ മാക്സിമം ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റാറുള്ളൂ. ചോദിക്കൂ, എന്താ കാര്യം? അതാണ്, ഈ പ്രതികരണ ശേഷി വളരെ കൂടുതലാണ്, അതിന്റെ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഈ മാനേജ്മെന്റിലുള്ള ആളുകൾക്ക് എപ്പോഴും ഇത്രയും ഓവറായിട്ട് പ്രതികരിക്കുന്ന ആളുകൾ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലോ. ഈ സെയിം സാലറി കൊടുത്താൽ നല്ല അനുസരണശീലമുള്ള ആളുകളെ കിട്ടും. അപ്പൊ പിന്നെ വീട്ടിൽ വളർത്താൻ കൊള്ളാവുന്ന ആളുകളെ നിർത്തിയാൽ മതിയല്ലോ. ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ റിയാക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്തത് മുഴുവൻ സെൽഫ് ഫിനാൻസിങ് കോളേജസിലായിരുന്നു. അപ്പോൾ ഞാൻ 2016 എക്കണോമിക്സിൽ PhD ഉള്ള ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇവിടെ നാട്ടിൽ തന്നെ വെൽ സെറ്റിൽഡ് ആയിട്ടൊരു കറക്റ്റായിട്ടൊരു ജോലിയിൽ കയറാമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നടന്നില്ല. നമ്മുടെ കേരളത്തിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യം ഒന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ക്യാഷ് വേണം, അതല്ലെങ്കിൽ വിളിച്ചു പറയാനായിട്ട് അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ വേണം. രാഷ്ട്രീയത്തിലോ അല്ലാതെയോ നമുക്ക് അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതുവരെയും സ്ഥിരമായ ഒരു ജോലിയിൽ എവിടെയും കയറിയിട്ടില്ല. പിന്നെ നാട് വിട്ട് പുറത്തു പോകാൻ താല്പര്യമില്ല, കാരണം മക്കളോട് ഭയങ്കര ഓവർ അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് നാട്ടിൽ തന്നെ ഇങ്ങനെ തൃശ്ശൂരൊക്കെ തന്നെ ഇങ്ങനെ ഇട്ടാ വട്ടത്ത് ഇങ്ങനെ ഇങ്ങനെ നടക്കും. അതെ. ആദ്യം വൈറലായിട്ടുള്ള പോസ്റ്റ് എന്തായിരുന്നു? ഞാൻ സത്യം പറഞ്ഞ 2018 മുതൽ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. ആക്ച്വലി ഞാൻ ഏറ്റവും അധികം ഈ വൈറൽ വീഡിയോസിലൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് ഈ മോട്ടിവേഷൻ വീഡിയോസിലേക്ക് വരാനൊരു കാരണമുണ്ട്. ഇന്റർവ്യൂവർ മാറിയിരിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ആക്ച്വലി ചോദിക്കുമ്പോഴൊന്നുമില്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ പറയുന്നൊക്കെ പറഞ്ഞോ. അതായത് 2021 നമുക്ക് കോവിഡ് വന്നല്ലോ. ആ കോവിഡിൽ എല്ലാവരും ആകെ ഷട്ട് ഡൗൺ ആയ ഒരു സ്റ്റേജ്. എനിക്ക് മാത്രം വന്ന കോവിഡ് ഒരു വെറൈറ്റി സാധനമായിരുന്നു. അതിന്റെ പേരാണ് പാരോസ്മിയ. ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. പാരോസ്മിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മണങ്ങളൊക്കെ സാധാരണ കോവിഡ് വരുമ്പോൾ എല്ലാവർക്കും മണം പോവും. എനിക്ക് എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മണം പോവല്ല ചെയ്തത്, മണങ്ങൾ മുഴുവൻ ഡിസ്റ്റോർട്ടഡ് ആയിപ്പോയി. അതായത് ഇപ്പോൾ ഭക്ഷണത്തിന് മുഴുവൻ അഴുക്ക് ചാലിലത്തെ മണം, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ടൈപ്പ് സ്മെല്ല്, അത് മൊത്തം കെമിക്കൽസിന്റെ മണമാണ് ചുറ്റും. ഇപ്പോൾ ഫുഡ്, ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളാണ്. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം. പിന്നെ ഉറങ്ങണതും. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുക, പിന്നെ വർത്താനം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. ഭക്ഷണം കഴിക്കാൻ പറ്റാതായതോടുകൂടി ഞാൻ വല്ലാത്തൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് എത്തി. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഭയങ്കര ഒന്നും ആലോചിച്ച് നോക്കി, നമ്മൾ പുറത്തോട്ട് ഇറങ്ങും ഭയങ്കര ഫൗൾ സ്മെല്ല് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു ഇറിറ്റേറ്റഡ് ആവില്ല. ആളുകളോടൊക്കെ സംസാരിക്കാൻ പറ്റാതെ ഞാൻ ഏകദേശം ഒരു മാസക്കാലം റൂമിനുള്ളിൽ അടച്ചിരുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോട്ടിവേഷണൽ വീഡിയോസ് ആരംഭിച്ചത് ആക്ച്വലി. അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ ആളുകൾ ഒന്നില്ലെങ്കിൽ വളരെ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് കിടക്കും, അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് കിടക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അവനവൻ തളരുന്ന സമയത്ത് ഞാനിങ്ങനെ ചടുപിടുന്നതിനെ ചാടി എനിക്കുമ്പോൾ വീണെടുക്കുന്ന ആൾക്കാരും കൂടി ഇങ്ങനെ തട്ടി തട്ടി ഉണർത്താനായിട്ട് ശ്രമിച്ച കൂട്ടത്തിൽ ഇട്ടൊരു വീഡിയോ ആണ്. ഡെയിലി കാലത്ത് 11:30 ആകുമ്പോൾ ഞാൻ ആ കോവിഡ് ടൈമിൽ വീഡിയോ ഇടുമായിരുന്നു. അങ്ങനെ ആളുകളുടെ കമന്റുകളൊക്കെ നോക്കിയപ്പോൾ വളരെ നല്ല കമന്റുകൾ. അല്ല, അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്കിലാണ് ഇട്ടിരുന്നത്. അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ കുറേ ആളുകൾ കണ്ട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതി ഇങ്ങനെ കണ്ടപ്പോൾ അത് കണ്ടിട്ടാണ് ശ്രീകണ്ഠൻ നായർ ഷോന് വിളിച്ചത്. 1 കോടി എന്ന് പറഞ്ഞ ഷോയിലേക്ക് അങ്ങനെയാണ് വിളിച്ചത്. പിന്നെ അതിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ വന്നത്. ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യം വൈറലായ ഇൻസ്റ്റാഗ്രാം വീഡിയോ, അതല്ലേ ക്വസ്റ്റ്യൻ? അത് അമ്മമാരെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. വർഷ കണ്ടിട്ടുണ്ടോ വീഡിയോ? അത് കണ്ടിട്ട് എന്ത് തോന്നി? എന്റെ അമ്മ ഇങ്ങനെ കാണിച്ചു തരുന്നു, ഈ ടീച്ചറെ കണ്ടോ, ഈ ടീച്ചറെ കണ്ടോ എന്ന് പറഞ്ഞു. ടീച്ചറെ കണ്ട് പഠിക്കാൻ പറഞ്ഞു? ഇല്ല, അത് നന്നായി, അത് രക്ഷപ്പെട്ടു. അല്ല, അത് എന്തുകൊണ്ടോ പറഞ്ഞില്ല, കാരണം അത് പ്രായമായവരെ കുറിച്ചിട്ടല്ലേ സംസാരിക്കുന്നത്. അതെ, പ്രായമായിട്ട് അമ്മമാര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊക്കെ വേണ്ടി, മക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയൊക്കെ ജീവിച്ചിട്ട് അവരുടെ നല്ലൊരു ടൈം കഴിഞ്ഞു പോകും. പിന്നെ ഒരു 60 വയസ്സ് 70 വയസ്സൊക്കെ കഴിയുമ്പോൾ അവരിങ്ങനെ ഇരുന്നിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയാണ്, നിനക്കൊക്കെ വേണ്ടി ഞാൻ ജീവിച്ചില്ലേ, ഇപ്പം എൻ്റെ ലൈഫ് പോയില്ലേന്ന്. അപ്പോൾ ഈ മക്കൾ തിരിഞ്ഞെന്ന് ചോദിക്കും, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ നല്ല ടൈം നമുക്ക് കൂടി വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ആ വീഡിയോ ആണ് വൈറലായത്. ഓക്കെ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ലാലേട്ടനെ കാണാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും? ഇല്ല, ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഒരു വന്ന തലകറങ്ങി വീഴോന്നാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഇന്റർവ്യൂ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും മുൻകൂട്ടി കണ്ടുപിടിച്ച ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണോ? സൈക്കോ ആണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ആക്ച്വലി ഒരു പക്ക സൈക്കോ ആണ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ചിലപ്പോൾ വർഷയുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തോട്ട് എടുക്കും. ഹിപ്നോട്ടൈസ് ചെയ്യട്ടെ? വേണ്ട. അപ്പം നല്ല പോലെ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ആർക്കും ദഹിക്കില്ല, എന്തെങ്കിലും പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല? ഡെഫിനറ്റ്ലി. അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യപ്പോ? അതായത് നമ്മളെ
നമ്മൾ കുഴിച്ചു മൂടിയിട്ട്, അതായത് നിഷ എന്ന് പറയുന്ന ആളെ കുഴിച്ചു മൂടിക്കഴിഞ്ഞാൽ ഞാൻ നല്ലൊരാളായിട്ട് ഇരിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ വർഷയുടെ അടുത്ത് എനിക്കിങ്ങനെ വളരെ പോളിഷ്ഡ് ആയിട്ട് നിന്നിട്ട് ഓക്കെ വർഷ ചോദിക്കൂ, ഓ ഇതാണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ അങ്ങനെ പറയാം. നിഷ എപ്പോ വന്നു? ഞാനിപ്പോൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുള്ളൂ. വർഷ സുഖമായിരിക്കുന്നു, തൃശ്ശൂർ എവിടെയാണ് വീട്? ഓക്കെ ഓക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഞാനല്ല, വേറെ ഏതോ ഒരാളാണ്. അപ്പോൾ നമുക്ക് എല്ലാ വ്യക്തികൾക്കും ഇംപെർഫെക്ഷൻസ് ഉണ്ട് ഇല്ലേ? ആ ഇംപെർഫെക്ഷൻസ് ഒക്കെ മാറ്റി വെക്കാൻ നോക്കിയിട്ട് പെർഫെക്റ്റ് ആവാനായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് സോ കോൾഡ്, മറ്റേ JK എന്ന് പറയുന്ന പോലെ സോ കോൾഡ് പെർഫെക്റ്റ് ആവാൻ നോക്കുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായി തീരാണ്. എല്ലാ ആളുകളുടെയും അപ്രീസിയേഷൻ കിട്ടുമായിരിക്കും, പക്ഷെ നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ആവാനായിട്ട് ഞാൻ പണ്ടും ആഗ്രഹിച്ചിട്ടില്ല, ഇന്നും ആഗ്രഹിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു കാരണവും ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും. വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. നമ്മൾ ടോക്സിക് ആയി വിട്ടുപോകൂടെ? ടോക്സിക് ആണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ആദ്യം പറ്റണ്ടേ? അത് പറ്റണം. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നോ? ചോദിക്കും. ഓക്കെ, നമുക്ക് റിയാക്ഷനിൽ നിന്ന് വരാം. എവിടെയെങ്കിലും റിയാക്ട് ചെയ്യണ്ടായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടോ? റിയാക്ട് ചെയ്തൊരു പ്രശ്നം മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. എനിക്കിപ്പോഴും ഒരിക്കലും റിയാക്ട് ചെയ്യണ്ടായിരുന്നു എന്നൊന്നും എൻ്റെ ലൈഫിൽ തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ശരിയെന്ന് തോന്നുന്നതാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ ചെയ്തിട്ടുള്ളത് അല്ലേ? നമുക്ക് എപ്പോഴും ആ മൊമെന്റിൽ നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. റിയാക്ട് ചെയ്തതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കുള്ളൊരു ഗുണം എന്താ വെച്ചാൽ, ഗുണമാണോ ദോഷമാണോ എന്നറിയില്ല, ആ ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറയും വിട്ടുകളാ, ഞാൻ ആ നേരത്തെ ദേഷ്യത്തോട് പറഞ്ഞല്ലേ, മനസ്സിന്റെ ഉള്ളിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കില്ല. അതായത് ഞാൻ ഒരിക്കലും ആരോടും ഒരു ദേഷ്യം വൈരാഗ്യം ഒന്നും മനസ്സിന്റെ ഉള്ളിൽ കീപ്പ് ചെയ്യില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെ വൈരാഗ്യം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ DP മാറ്റും, കണ്ടിട്ടില്ലേ? DP മാറ്റും. വർഷം ചെയ്യാറില്ല. DP മാറ്റും. പിന്നെ കുറെ സാഡ് ആയിട്ടുള്ള സ്റ്റാറ്റസുകൾ ഇങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് പറയാണ്, അതായത് നീ പോയത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് നമ്മൾ സ്വയം അവരുടെ അടുത്ത് അഡ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അതല്ലേ? എന്ത് വിഡിത്തമാണത്? മറുഭാഗത്തുള്ള വ്യക്തി നമ്മളെ എപ്പോഴാണ് വിഷമിപ്പിക്കുക? നമ്മൾ വിഷമിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ വിഷമിപ്പിക്കണേ. അപ്പൊ അവരുടെ മുന്നിൽ നമ്മളിങ്ങനെ അടിയറവ് പറയാണ്, ഞാൻ വിഷമിച്ചടാ, നീനെങ്കിലും. ഇത് ഫ്രണ്ട്ഷിപ്പിലെ കാര്യത്തിലാണോ? ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും എന്ത് തന്നെയാണെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞൂടെ? ഒരാളുടെ നമ്മളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കാണിച്ചൂടെ? കമ്മിറ്റ്മെന്റ് ഇങ്ങനെയാണോ കാണിക്കുക? അല്ല, എനിക്ക് വിഷമമുണ്ടെന്ന് കാണിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് കമ്മ്യൂണിക്കേഷൻ അല്ലേ? ആ വ്യക്തിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട്, ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാത്ത പല സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും വർഷം തമ്മിൽ തല്ലുകൂടി. വർഷയ്ക്ക് ഞാനൊരു മെസ്സേജ് തല്ലുകൂടിയിരിക്കുകയാണോ, ഞാൻ വർഷേനെ എന്തൊക്കെയോ പറഞ്ഞു, വർഷം ഭയങ്കര ദേഷ്യത്തിലിരിക്കുക. എന്നിട്ട് നീ ചോറുണ്ടോന്ന് ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വർഷം എന്നിട്ട് ചോറുണ്ടോന്ന്, പിന്നെ ഇവൾക്കൊക്കെ മറുപടി അയക്കില്ലല്ലോ എൻ്റെ പണി. ചിലപ്പോൾ ആക്ച്വലി ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ആ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക, പക്ഷെ വായിക്കുന്ന വർഷയുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും അത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഐ ടു ഐ കോൺടാക്റ്റ് ഉള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതിൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരേണ്ടതാണ്. എന്നിട്ടും തീർന്നില്ല ഞാൻ നമുക്കുള്ളതല്ല എന്ന് വിചാരിക്കുകയാണ് നല്ലത്. ആകെ കൂടി കൺഫ്യൂസ്ഡ് ആയി ഞാൻ. ഒരു മിനിറ്റ് ഞാൻ ആലോചിക്കട്ടെ എവിടുന്ന് തുടങ്ങിയത്. ഇതൊന്നും കട്ട് ചെയ്യരുത്, അതൊന്നും കട്ട് ചെയ്യരുത്. ഇന്റർവ്യൂവർ ഭയങ്കര കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ല, ഞാനിങ്ങനെ ആലോചിച്ച് വേറെ കുറെ കാര്യങ്ങൾ വർഷയുടെ സ്വയം ജീവിതത്തിലെ കാര്യങ്ങളിലേക്ക് അല്ലല്ല ഓക്കെ. അല്ല, ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ, സ്റ്റാറ്റസ് ഇട്ടിട്ട് ഒരാളെ നമ്മൾ അറിയിക്കുന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ, ചിലപ്പോൾ അവർ അത്രയും സോഫ്റ്റ് ഹാർട്ടഡ് ആയിരിക്കും, ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, അവർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ മാത്രം കാണുന്ന രീതിയിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് നമ്മളെ കാണിക്കുന്നതിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഒരു വട്ടം 2 വട്ടം ഒക്കെ ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല. പാവം വിഷമിക്കാണ്, അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ചിന്തിക്കുന്നവരുണ്ടാവാം. അത് എൻ്റെ ഒരു രീതിയല്ല അങ്ങനെ ചെയ്യുന്നത് പറയുന്നത്. ഞാൻ പറയുന്നത് അതൊരു അടിയറവ് പറയലാണ് ആക്ച്വലി. അതിലും നല്ലത് നമുക്ക് വായൽനാവുണ്ടല്ലോ സംസാരിക്കാനായിട്ട്. ദൈവം അനുഗ്രഹിച്ച് നമ്മൾ ബദിരനും മൂകനും ഒന്നും അല്ലല്ലോ, ജപജപയൊന്നും അല്ലല്ലോ. വർത്താനം പറയാനായിട്ട് എല്ലാവർക്കും അറിയാം. വിളിച്ചു വരുത്തി അവരോട് കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി പ്രോപ്പർ അല്ലേ എന്നാണ് എൻ്റെ ഒരു രീതി കേട്ടോ. ഓക്കെ, ഇപ്പൊ എനിക്ക് ഉത്തരം കിട്ടി. പിന്നെ കൂടുതൽ ഇപ്പൊ മോട്ടിവേഷൻ ആണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്, കൂടുതൽ റിലേഷൻഷിപ്പ് ബേസ്ഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ്? റിയൽ എക്സ്പീരിയൻസ് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? റിയൽ എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. കാരണം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ വായിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിലൊക്കെ വായിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ അതിന് ഇത്രയും ഒരു ആധികാരികത ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പോയി പെട്ടിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതെ ഇപ്പൊ എനിക്ക് 43 വയസ്സാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവന്ന പല ആളുകളുണ്ട്. അത് പല ടൈപ്പ് ഫ്രണ്ട്സ് ആയിരിക്കാം, പല സൈക്കോ ആയിട്ടുള്ള ലവർ ആയിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കാം, ചിലപ്പോൾ സോൾമേറ്റ് ആയിരിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാനൊരു പിൻ പോയിന്റ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കാറ്റഗറി ആളുകൾ കാണുമ്പോൾ പല ടൈപ്പ് ടോക്സിസിറ്റിയെ കുറിച്ച്, പല ടൈപ്പ് റിലേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി, അനുഭവമാണല്ലോ ഗുരു,
ആ രീതിയിൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കാറുള്ളത്. അപ്പൊ എത്ര വയസ്സിൽ മാരേജ് ചെയ്തു? അത് 21 വയസ്സിൽ കല്യാണം കഴിച്ചു. ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് പക്ക ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞാൻ അന്ന് വീട്ടിലിങ്ങനെ കാണാനായിട്ട് ബ്രോക്കർമാരാണ് കൊണ്ടുവരിക. അപ്പോൾ 16 ആളുകൾ നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. 16 പേര് കണ്ടു. 16ാമത്തെ ആളെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് എന്താ വെച്ചാൽ അന്ന് 21 വയസ്സിൽ നമുക്കിപ്പോൾ ഇത്രയും പാകതയും ഇപ്പോഴും ഇത്രയും പക്വതയുള്ളൂ. 21 വയസ്സിൽ എന്തുണ്ടാവും ആലോചിച്ചൂടെ. അപ്പോൾ അന്ന് വന്നതിൽ കാണാൻ കൊള്ളാവുന്ന ഒരാളെ നോക്കി നമ്മളിങ്ങനെ ചൂസ് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്തതാണ് ഹസ്ബൻഡിനെ. ശരിക്കും കാണാൻ കൊള്ളാവുന്ന ഒരാളെ നോക്കിയിട്ടാണോ സെലക്ട് ചെയ്യുന്നത്? അന്ന് അങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചക്കപ്പഴം ഒന്നുമല്ലല്ലോ, മനുഷ്യന്മാരിങ്ങനെ ചൂഴ്ന്ന് നോക്കിയിട്ട് ചക്കയുടെ ഉള്ളിൽ തുറന്ന് നോക്കിയിട്ട് നമുക്ക് നല്ലതാണോ പൊട്ടയാണെന്ന് അറിയാൻ പറ്റില്ലോ. ചക്ക ഇങ്ങനെ കടയിൽ പോയി വാങ്ങാം. ചക്ക വാങ്ങിണ്ടോ വല്ലപ്പോഴും? എന്റെ വീടിന്റെ അപ്പുറത്ത് പ്ലാവുണ്ട്, വെട്ടും, അമ്മ വെട്ടിത്തരും, കഴിക്കും. അങ്ങനെ മൂർഖമാമിനെയാണല്ലോ ഈശ്വര. ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, നമ്മളൊരാളെ ആദ്യം അറിഞ്ഞിട്ട് ആ ബന്ധത്തിലേക്ക് പോകുന്നതല്ലേ എപ്പോഴും നല്ലത്. അതെ. നമുക്ക് മനുഷ്യന്മാരെ ഒരിക്കലും അറിയാനായിട്ട് പറ്റില്ല. ഒരിക്കലും അറിയാൻ പറ്റാത്ത ആളുകളാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വർഷ എന്ന് പറയുന്ന വ്യക്തി നിഷ ടീച്ചർക്ക് എങ്ങനെയാണെന്നുള്ളതായിരിക്കില്ല, ഇവിടെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറമാനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതായിരിക്കില്ല. ആ സ്വഭാവം ഒന്നും ആവില്ല. വീട്ടിൽ ഒരു പെരട്ട സ്വഭാവമായിരിക്കും അല്ലേ. അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. ഇപ്പോൾ വർഷ ഒരു പുതിയ റിലേഷൻഷിപ്പിലാവാൻ വേണ്ടി പോകണു, 3 മാസം അയാളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നല്ല അടിപൊളിയായിട്ട് പെരുമാറില്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇല്ല, പറയൂ. അല്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തോറ്റന്നിരിക്കുന്നു. അല്ല നമ്മൾ അങ്ങനെ അല്ല, ഇവിടെ തോൽക്കാൻ വേണ്ടി പറഞ്ഞല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പൊ വർഷങ്ങളോളം 10-15 കൊല്ലം ഒന്നിച്ച് താമസിച്ചിട്ടും കൂടെ താമസിക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ പറ്റാതാവുമ്പോഴാണ് പലപ്പോഴും പല ദാമ്പത്യം തകർന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ചതിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ പറ്റിക്കാനുള്ള ആളുകൾക്ക് എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാൻ പറ്റും. പറ്റിക്കണം എന്ന് മാത്രമല്ലല്ലോ, നമ്മള് മാച്ചായി പോകുന്നില്ലെങ്കിൽ നമുക്കത് മാറാലോ. അതെ, അത് ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വെൽ ആൻഡ് ഗുഡ്. അതെ, തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഒരാള് ഇപ്പൊ ടീച്ചർ പറഞ്ഞു, ടീച്ചർ 16 പേര് കഴിഞ്ഞിട്ട് ഒരാളെ കണ്ടപ്പോ ഇഷ്ടമായി, അങ്ങനെയാണ്. അത് കാരണം 2001 കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചായ കുടിച്ചിട്ടുള്ള ബന്ധമാണ്. കാരണം നമ്മൾ വീട്ടിലേക്കുള്ള ഒരു സാധനം ഫർണിച്ചർ വാങ്ങാൻ വരെ പോകുമ്പോൾ 10 വട്ടം ആലോചിക്കും. ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ പോകുമ്പോൾ 100 പ്രാവശ്യം നമ്മൾ വേറെ പല ഫ്രിഡ്ജുകൾ നോക്കും. ഇത് അങ്ങനെയല്ലല്ലോ. കല്യാണ മാർക്കറ്റിൽ പോയിട്ട് ഓരോരുത്തർ പോയി തോണ്ടി വിളിച്ചിട്ട്, അന്ന് ആ കാലഘട്ടം ആയിരുന്നില്ല. ഇന്നായിരുന്നെങ്കിൽ നോക്കായിരുന്നു. ഞാൻ കുറച്ച് നേരത്തെ ജനിച്ചു പോയ ഒരാളാണ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സെക്കൻഡ് ഇന്നിങ്സ് നോക്കുന്നുണ്ട് ആണോ? പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പാസ്റ്റ് ആലോചിച്ചിട്ട് വേദനിക്കരുതെന്ന് പറയും. നമ്മൾക്കിപ്പോഴും നമ്മുടെ ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും വിട്ടു പോകത്തുണ്ടാവും. ട്രോമ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ശരിക്കും അങ്ങനെയാണോ? പാസ്റ്റ് ആലോചിച്ച് വേദനിക്കാറുണ്ട് ആക്ച്വലി. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ പപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പപ്പ മരിച്ചിട്ട് ഇപ്പോൾ കുറേ വർഷമായി പപ്പ മരിച്ചിട്ട്. പപ്പയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ നേരെ പപ്പ മരിക്കുന്നവരെ ആളുടെ മുന്നിൽ പോയി നിന്നിട്ട് പപ്പ എന്ന് വിളിച്ചിട്ടില്ലേ ഞാൻ. അപ്പോൾ ആലോചിക്കുമല്ലോ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പനായിരുന്നു എൻ്റെ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ വീട്ടിലല്ലായിരുന്നു ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതിലും അടിപൊളിയായിട്ടൊക്കെ മറ്റേ സിനിമയിൽ പറയണ പോലെ ഞാൻ ജനിച്ചത് ഇവിടെയൊന്നുമല്ല, ഇത് ശരിക്കുള്ള ഞാൻ ഇതൊന്നുമല്ല, ഇത് ഏതോ കരിഞ്ഞവനാന്ന് പറയില്ല. അങ്ങനെ ഞാൻ എന്നെ തന്നെ പറയാറുണ്ട്. ഈ വീട്ടിലല്ല ഞാൻ ജനിക്കേണ്ടിയിരുന്നത്, ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി അടിപൊളിയാവുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ആ വീട്ടിൽ ജനിച്ചതുകൊണ്ട് ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഇന്ന് ഇൻഫ്ലുവൻസറായിട്ട് ആളുകളുടെ മുന്നിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്. കാരണം ഇങ്ങനെ എന്താ പറയുക, വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജീവിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളിലാണ് ജീവിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ. 4 ആളുടെ മുന്നിൽ പോയി ഇപ്പോൾ നിസ്സാര ഒരു കാര്യം പറയാം, പ്രളയം വന്നു. പ്രണയമല്ല കേട്ടോ, പ്രളയം. എനിക്ക് തോന്നി പ്രളയം വന്ന സമയത്ത്, ആകെ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് തൊട്ടടുത്തുള്ള ആളുകൾ ഓടിക്കൂടിയവരൊക്കെ തൊട്ടടുത്ത് നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിന്നിട്ട് തെണ്ടിപ്പിള്ളേരെന്നൊക്കെ നമ്മളൊരു സോ കോൾഡ് ഒരു കാറ്റഗറിയിൽ വിളിക്കുന്ന വായി നോക്കികൾ എന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ടല്ലോ, അവരാണ് മുണ്ട് വളച്ചു കുത്തിയിട്ട് ആളുകളെ രക്ഷിക്കാനായിട്ട് വന്നത്. അതല്ലാതെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ജീവിച്ചിട്ടുള്ള എന്താ പറയുക ബ്രോയിലർ ചിക്കൻ പോലെ വളർത്തുന്ന കുട്ടികൾക്കൊന്നും അവരെ പോയി രക്ഷിക്കാനായിട്ട് പറ്റില്ല. എന്താ കാരണം, റിയൽ എക്സ്പീരിയൻസിലൂടെ അവർക്ക് അറിയാം ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ പറ്റാന്ന്. അപ്പോൾ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ സാഹചര്യങ്ങൾ നമുക്ക് തരുന്നത് നല്ല പാഠങ്ങളാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ലൊരു ദിവസം നമുക്ക് നല്ല ഓർമ്മകൾ തരും, മോശം ദിവസം നമുക്ക് ഭാവിയിലേക്കുള്ള നല്ല ലെസൺസ് തരും. അല്ല, ഇപ്പൊ പറഞ്ഞല്ലേ പാസ്റ്റിലത്തെ എന്താണ്, അത് നമുക്ക് ഓൾറെഡി നമ്മുടെ മൈൻഡിലുണ്ടാവും. ഇപ്പോൾ വേറെ കാര്യം, റിഗ്രറ്റ് ചെയ്യാം, അതല്ലേ ഏറ്റവും വലിയ പെയിൻ. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ അയ്യോ ജീവിതകാലം മുഴുവൻ നമ്മളത് ഓർക്കില്ലേ, അന്ന് അതിലടുത്ത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു, നമ്മൾ കാരണമാണ്. അതൊരു പശ്ചാത്താപം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണെങ്കിൽ ഓക്കെയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരാളായിട്ട് ഭയങ്കരമായിട്ട് തർക്കമോ അല്ലെങ്കിൽ അയാളെ നമ്മൾ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, ആ വ്യക്തി മരിച്ചു പോയിട്ടില്ലെങ്കിൽ, മരിച്ചു പോയെങ്കിൽ പിന്നെ നമുക്ക് ആ റിഗ്രറ്റിൽ യാതൊരു കാര്യമില്ല, അയാൾ വ്യക്തി മരിച്ചു പോയല്ലോ. ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ കൈയകത്തിൽ അവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്തുക. അല്ലാതെ എനിക്ക് ഭയങ്കരമായ റിഗ്രറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? സൊല്യൂഷൻ ഇല്ലാത്ത റിഗ്രഷൻ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ആ റിഗ്രഷൻ ഫ്രൂട്ട്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മുന്നിൽ സൊല്യൂഷൻ വേണം. അൺലെസ് ആ വ്യക്തി മരിച്ചു പോയിട്ടില്ലെങ്കിൽ, മരിച്ചു പോയ ആളാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ മുട്ടുകുത്തി 10 മിനിറ്റ് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. അതല്ലാണ്ട് ആ വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ റിഗ്രഷൻ കൊണ്ട് ഒരു ഉപകാരമില്ല.
എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും സ്വഭാവം എനിക്ക് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി എൻ്റെ ഓവർ തിങ്കിങ്. എനിക്കുണ്ട് സെയിം പിച്ച്. ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇപ്പോൾ മറ്റേ മഞ്ഞുമൽ ബോയ്സ് മൂവിയുടെ സംഭവം ഞാൻ ട്രെയിലർ കണ്ടപ്പോഴേക്കും വെറുതെ റോട്ടിൽ കൂടെ നടന്നുമ്പോൾ വല്ല കുഴിയിലേക്ക് വീണിട്ട് എൻ്റെ ഈശ്വര അതിൻ്റെ ഉള്ളിൽ നിന്ന് ആര് പൊക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്ന സ്വഭാവമുണ്ട്. ആ ഓവർ തിങ്കിങ് മാറ്റിങ്ങ് ലൈഫ് കുറച്ചും കൂടി ഈസി ആവുമെന്ന് തോന്നാറുണ്ട്. ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും ടെക്സ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, അയ്യോ അവരത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവോ, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവോ, അങ്ങനെ ഡബിൾ ടിക്ക് വരാൻ നേരം വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കണ്ടിട്ട് അത് അവോയ്ഡ് ചെയ്യാണോ, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ചില ആളുകളുടെ. തനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തോന്നാറുണ്ടാവില്ല. എനിക്ക് ക്ലോസ് ആയിട്ട് അങ്ങനെ തോന്നില്ല. അപ്പൊ പറയൂ, ഡബിൾ ടിക്ക് വന്നില്ലല്ലോ എന്ന് തോന്നാറില്ല. ക്ലോസ്ഡ് ആയിട്ടുള്ള ചില ആളുകളോട് ഓൾറെഡി ഞാൻ എന്താണ് ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല. അപ്പൊ വിളി മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ വിളിക്കാറില്ല. ഞാൻ അങ്ങനെ ഞാൻ തിരക്കുള്ള ഒരാളാണ് സത്യത്തില്. മനസ്സിലായോ? ഇത്രയും പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. അപ്പൊ എനിക്ക് അങ്ങനെ ടെക്സ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യം വിളിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകുന്ന ഒരാൾ. ഞാൻ ഓവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, കാരണം അതിലൂടെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. നല്ല രീതിയിൽ ആണോ അല്ലേ അങ്ങനെ പോകുന്ന ഒരു വ്യക്തി. ആർക്കും ഒരു ശല്യത്തിനായിട്ട് പോകാം, പക്ഷെ എല്ലാവരും ലാസ്റ്റ് ശല്യമാക്കി മാറ്റും. അതാണ് ചിലരുടെ തലവിധിയാണത്. എനിക്ക് അങ്ങനെ ഓവർ തിങ്കിങ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് മാറ്റാനൊന്നും പറ്റില്ല എന്നല്ലേ? എളുപ്പമൊന്നുമല്ല, അത് എന്നെ കൊണ്ടൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. ഇത്രയും വലിയ വീരശൂര പരാക്രമിക്ക് ആര് പറഞ്ഞു പരാക്രമിയാന്ന്? അതൊക്കെ വെറുതെ സ്ക്രീനിൽ മാത്രമല്ല, ഓൺ സ്ക്രീൻ അല്ലേ, ഓഫ് സ്ക്രീൻ ഞാൻ അങ്ങനെയൊന്നും അല്ല. ആണോ? ഭയങ്കരമായിട്ട് നമ്മള് ഭയങ്കര ഇമോഷണൽ ആണ് ഞാൻ. ആണല്ലേ? അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡ് ആണ്. പിന്നെ അത് മാത്രല്ല ലൈക്ക് എന്താണ് ഇങ്ങനെയൊക്കെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ഉള്ളിൽ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ സമ്മർ ഇൻ ബെത്ലഹേമിലെ ആമിയുടെ ക്യാരക്ടർ കണ്ടിട്ടില്ലേ, അതുപോലെയാണ്. അതായത് ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊരു രണ്ടിന് കൂടി ഒരു കോംബോ ആണ്. പുറമേക്ക് കാണുമ്പോൾ ആളുകൾ ഇങ്ങനെയാണ് പറയാം, നിലപാടുകളുടെ രാജകുമാരി. ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ള ഇൻസ്റ്റാ പോസ്റ്റ് അതാണ്. നിലപാടുകളുടെ രാജകുമാരി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പട്ടി മോങ്ങണ പോലെ മോങ്ങായിരിക്കും. ഈ എപ്പോഴും അറിയില്ലേ, ഏറ്റവും അധികം മോട്ടിവേഷണൽ സ്പീച്ചസ് ഒക്കെ നടത്തുന്ന ആളുകൾ ഭയങ്കര ഇമോഷണലി അപ്സെറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. കാരണം അവർ ബാക്കി എല്ലാവരും നിനക്ക് പറ്റൂടാ, കൈയടിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ അങ്ങനെ കരയും. മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എപ്പോഴും ഇമോഷണലി ഭയങ്കരമായിട്ട് വൾണറബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. അവർക്കേ മറ്റുള്ളവരെ ഹൃദയത്തിൽ തൊടുന്ന പോലെ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ആളല്ല ഞാൻ. അതായത് റിയൽ ലൈഫ് രണ്ടും രണ്ടാണല്ലോ. അതെ, മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അവർക്ക് മേ ബി എന്താ റിയൽ ഇങ്ങനെ വന്നോ, എന്ത് വെള്ളം വന്നോ, അങ്ങനെ പറയാൻ പറ്റില്ല. റിയൽ ലൈഫിൽ അത് പറ്റില്ല. കാരണം നമ്മൾ ഈ എന്താ പറയാ കുറുന്തോട്ടിക്ക് വാദം പിടിക്കാന്നൊക്കെ ഇപ്പൊ നല്ലൊരു അടിപൊളി ഡോക്ടറാന്ന് വിചാരിക്കുക. ആള് ഭയങ്കര എന്താ പറയാ ഈ കാർഡിയോ, അതായത് ഹാർട്ടിന്റെ സർജൻ ആണെന്ന് വിചാരിക്കുക. ആളുടെ മുന്നിൽ പക്ഷേ ഈ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്നത് സ്വന്തം മോളാണെങ്കിൽ ആൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ആ നേരത്ത് നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഭയങ്കരമായിട്ട് വൾണറബിൾ ആവും, നമ്മളിങ്ങനെ വിറയ്ക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്യൂ വരുമ്പോൾ നമുക്ക് എന്തായാലും വേറൊരാളുടെ ആവശ്യം വേണ്ടി വരും. അതൊരു ബെസ്റ്റ് പേഴ്സണെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കേൾക്കാൻ ഒരാൾ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു, നമ്മളെ കേൾക്കാൻ പറ്റുന്ന, നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ എല്ലാവരുടെ ജീവിതത്തിലും വേണം. അങ്ങനെ നമുക്കൊരു പ്രശ്നം വന്നാൽ ഓടിച്ചെന്ന് പറയാൻ പറ്റിയ ഒരാൾ, അതെല്ലാവർക്കും ആവശ്യമാണ്. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പിലും ആവാം, റിലേഷൻഷിപ്പിലും ആവാം അല്ലേ? ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് മാത്രമല്ല, അത് നമ്മുടെ ഫാമിലിയിലും ആവാം. എന്നെ ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എൻ്റെ അമ്മാമ്മയാണ്. അമ്മാമ്മ ഇപ്പം ഇല്ല, 2010 മരിച്ചു. അപ്പം ഞാൻ വളർന്നതൊക്കെ അമ്മാമ്മയുടെ കൂടെയാണ്, വളർത്തിയതൊക്കെ അമ്മാമ്മയാണ്. അമ്മയുടെ അമ്മ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, മോശകാര്യത്തിനൊന്നും അമ്മാമ്മയ്ക്ക് ഉത്തരവാദിത്തമില്ല കേട്ടോ, പാവമായിരുന്നു. നല്ലൊരു കാര്യം ഞാൻ പറയാണ്, കാരണം അമ്മാമ്മ ഇല്ല ഇപ്പോൾ. അമ്മാമ്മയാണ് നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ അമ്മാമ്മയുടെ കാര്യം പറയുമ്പോഴേക്കും മറ്റേ 1000 കണ്ണുമായി പാട്ടൊക്കെയാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക. ആളാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. ആ ഒരു എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി എന്നിലുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദി എൻ്റെ അമ്മാമ്മയാണ്. അതെ. എന്തിനൊക്കെ ചിരിക്കണേ? റിലേഷൻഷിപ്പില് നമുക്കിനി റിലേഷൻഷിപ്പിലേക്ക് വരാം. ആയിക്കോട്ടെ. അതാണല്ലോ നമുക്ക് കുറച്ചും കൂടി എനിക്കറിയാവുന്നതും ടീച്ചർക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ളതും കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നതും വർഷയ്ക്ക് കുറച്ചും കൂടി അഡ്വൈസ് കിട്ടേണ്ടതും. അതെ. ഇനിയിപ്പോ ഞാൻ റിലേഷൻഷിപ്പ് ഒക്കെ ഇല്ല, അത് വേണ്ട, അതിനല്ല ഞാൻ പറഞ്ഞത്. അത് കുറച്ചുകൂടി അറിയാലോ നമുക്ക്, കുറച്ചും കൂടി. ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള എല്ലാവരും, എന്റെ പ്രായം എന്നല്ല മിക്ക ആളുകളും എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ പേരിൽ ഇപ്പോഴും കുറെ ഡിപ്രഷൻ. നിങ്ങളുടെ പ്രായക്കാർക്ക് മാത്രമല്ല, ഞങ്ങളുടെ പ്രായക്കാർക്കും ഉണ്ട് റിലേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിലേഷൻഷിപ്പിന്റെ പേരിൽ കുറെ ട്രോമ അനുഭവിക്കുന്നതാണ് ആണല്ലോ. അപ്പൊ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഒരു ടോക്സിസിറ്റി കണ്ടെത്തുക? സത്യം പറഞ്ഞാൽ ഒരാൾ ടോക്സിക് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് കുറേ സമയം എടുക്കും. കാരണം നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാവുമ്പോഴേ ആദ്യത്തെ ഒരു 6 മാസം
ഹണിമൂൺ പീരീഡ് എന്നാണ് പറയാം. അത് ഇറ്റ് മേ വേരി, ചില ആളുകൾ ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ പോകും, അങ്ങനെയൊക്കെ. എന്തായാലും ആദ്യത്തെ 6 മാസം ഹണിമൂൺ പീരീഡാണ്. ആ സമയത്ത് നമുക്ക് മറുഭാഗത്തുള്ള ആളെ ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ആളായിട്ട് തോന്നും. അവർ അനങ്ങുന്ന ഓരോ മൊമെന്റ്സ്, വാവ് എന്ത് അടിപൊളിയാണ് എൻ്റെ ഏട്ടായിനെ കാണാൻ, എൻ്റെ മണിക്കൂറുകളോളം കണ്ണിൽ എന്നെ നോക്കിയിരുന്ന് സംസാരിക്കാനൊക്കെ തോന്നും. ഇപ്പോൾ പെട്ടെന്ന് സപ്പോസ് വർഷം റിലേഷൻഷിപ്പിലാന്ന് വിചാരിക്കും, അല്ലെന്ന് എനിക്കറിയാം, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു രീതിയിൽ വർഷയുടെ അടുത്ത് ഏട്ടായി വിളിച്ചിട്ട് പറയാണ്, വർഷ ആ ഡ്രസ്സിന്റെ 2 ബട്ടൺസ് തുറന്നു എടുക്കാണല്ലോ, അതൊന്ന് നീ അത് കൊടുക്കും വരെ കിട്ടേ എന്ന് ചോദിച്ചാൽ എന്താ തോന്നുക? ശരിക്കും ഞാൻ ഇടില്ല, ഇനി വേണമെങ്കിൽ ഞാൻ ഇപ്പിടാം. അപ്പൊ എന്താ വെച്ചാൽ നമുക്കപ്പോ തോന്നാം, ഓ ഏട്ടായി എന്തൊരു കെയറിംഗ് ആണ് എന്ന് തോന്നും. ഇതേ സാധനം തന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഇവർ പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും, പിന്നെ ഇവൻ ആരാ എൻ്റെ കാര്യം അന്വേഷിക്കാൻ, എൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഫ്രീഡം ആണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഇടുന്നു പറയും. ഇപ്പൊ ഈ റിലേഷൻഷിപ്പിലുള്ള ആദ്യ കാലഘട്ടത്തിൽ ഇവരുടെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കിട്ടിയാലേ നമ്മൾ ഉറക്കം ഉണരുള്ളൂ, ഇവരുടെ ഗുഡ് നൈറ്റ് മെസ്സേജ് കിട്ടിയാലേ നമ്മൾ ഉറങ്ങുള്ളൂ. ഏതാണ്ട് ഉറക്കവിളിക്ക് കിട്ടുന്ന പോലെയാണ്. ഇവർ ഓൺലൈനിൽ പിന്നെയും കണ്ടു കഴിഞ്ഞാൽ എന്താ ഏട്ടായി ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു വല്ലാത്തൊരു മൂഡിലാണ്. പക്ഷെ ഇതേ വ്യക്തി തന്നെ ആ ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്ത് തുടങ്ങും, ഇത് അത്ര അങ്ങോട്ട് ശരിയല്ലല്ലോ, വല്ലാണ്ട് കലിപ്പൻ്റെ കാന്താരി ആവുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നി തുടങ്ങും നമുക്ക്. ഓവർ പൊസസീവ്നെസ് ഒക്കെ ഇവർ കാണിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി തുടക്കത്തിലെ നമ്മുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മറക്കും. അതുകൊണ്ടാണ് പറയുന്നത് പ്രേമത്തിന് കണ്ണും മൂക്കൊന്നുമില്ല, നമ്മളങ്ങനെ സ്ലിപ്പ് ചെയ്ത് പൊത്തോന്ന് വെച്ചാൽ അങ്ങോട്ട് വീഴുകയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന തെറ്റാണ് നമ്മൾ റിയലൈസ് ചെയ്ത് വരുമ്പോഴേക്കും ഇവർ പറയും, അന്നും ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്തത്, അന്ന് നീ ഇതിനോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ നിനക്ക് ഇപ്പം എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ എന്ന് ചോദിക്കും. ബൗണ്ടറി നമ്മൾ ബിഗിനിങ്ങിലെ സെറ്റ് ചെയ്യാൻ മറന്നത് കൊണ്ട് പിന്നീട് അത് ടോക്സിക് ആയിട്ട് മാറും. അപ്പോൾ ഈ ടോക്സിസിറ്റി തിരിച്ചറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ വ്യക്തിയോടുള്ള ആ ഒരു ഇഷ്ടം, ആ ഒരു വല്ലാത്തൊരു ഫാസിനേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ താഴോട്ട് വന്നാൽ മാത്രമേ അയാൾ ടോക്സിക് ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണോ റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ നമുക്ക് പൊസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ അത് കുറച്ചുകൂടി കൂടും, അതിനൊരു അളവിൽ കൂടുമ്പോഴാണ് അത് അതെ പ്രശ്നമാണ്. അതായത് പൊസസീവ്നെസ് ഒക്കെ വേണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ബിലോങ്ങിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. പൊസസീവ് എന്നുള്ള വാക്കല്ല ആക്ച്വലി. നമുക്കൊരു സാധനം, ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു പോട്ട്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചു, അത് ബിലോങ് ചെയ്യാണ്, അപ്പൊ അത് ഞാൻ എൻ്റെ ആയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. ഇത് ഒരു വ്യക്തിനെ ഞാൻ എൻ്റെ ആയിട്ട് എടുത്ത് വെക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. അതായത് ഇപ്പൊ സ്വർണ്ണക്കൂട്ടിൽ അടച്ച തത്ത പോലെയാവും അവര്, ഒരു കൂടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ അതിനോട് ആ തത്തമ്മോട് പറയണം, നിനക്ക് ഞാൻ ഫുഡ് തരാം, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ നീ അത് തിന്നാൻ പാടുള്ളൂ, വേറൊരാൾ തന്ന ഫുഡ് നീ കഴിക്കരുതെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് റെസ്ട്രിക്ഷൻസ് വരാണ്. അപ്പോൾ ഈ പറയുന്ന പൊസസീവ്നെസ് ആയാലും എന്ത് തന്നെയാണെങ്കിലും അമിതമായാൽ അമൃതും വിഷം എന്നുള്ളതാണ്. നമ്മളൊരു റിലേഷൻഷിപ്പിലായി, അതിൽ നമ്മൾ ബ്രേക്കപ്പ് ആയി, എന്ത് റീസണിലോടായാലും ബ്രേക്കപ്പ് ആയി, പിന്നെ നമുക്ക് ആ ബ്രേക്കപ്പ് നമ്മൾക്ക് ലൈക്ക് മാറാൻ പറ്റുന്നില്ല, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. അപ്പം നമ്മൾ ചൂസ് ചെയ്യും, ശരി എനിക്ക് വേറൊരു ബന്ധത്തിൽ പോകണം. ഇത് അങ്ങനത്തെ ഒരു പരമവിഡിത്തം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ചോദ്യം തന്നെ വിഡിത്തമാണ്. കാരണം നമ്മുടെ വീട്ടിലായാലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലായാലും ഒക്കെ നമുക്ക് ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരാൾ മരിച്ചു എന്ന് തന്നെ വിചാരിക്കും. ആ മരിച്ചത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ എടുക്കില്ലേ കുറച്ച് കാലം. അയാളിപ്പോൾ ഞാൻ പറയണം, നമ്മുടെ വീട്ടിലുള്ള ഒരാൾ മരിച്ചു, അയാൾ മരിച്ചിട്ട് അയാൾക്ക് പകരം നമ്മൾ വേറൊരാളെ റീപ്ലേസ് ചെയ്യാൻ നോക്കി എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വലിയൊരു മുറിവ് വരുന്ന പോലെയാണ്. ആ മുറിവ് ഉണങ്ങാനായിട്ട് കുറച്ച് കാലം എടുക്കും. ആ മുറിവ് ഉണങ്ങണേക്കാളും അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി മേക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ 2 കാരണങ്ങൾ കൊണ്ടാണ് വേറെ റിലേഷനിലേക്ക് പോവുക. ഒന്ന്, മറ്റേ കാണിക്കാനായിട്ട്, നീ ഇല്ലെങ്കിലും എനിക്ക് പുല്ലാണടാ, എനിക്ക് വേറെ റിലേഷൻസ് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട്. മറ്റേത് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാനായിട്ട്, ഞാൻ ഓക്കെയാണ്, അതായത് എൻ്റെ പ്രശ്നം കൊണ്ടൊന്നല്ല അവൻ പോയത്. നമുക്ക് പലപ്പോഴും പല തോന്നൽ വരും, നമ്മൾ ഓക്കെ അല്ലാത്തത് കൊണ്ടാണോ അവൻ പോയത്, അതായത് ഞാനിനിയിപ്പോൾ സ്നേഹിക്കാൻ കൊള്ളില്ലേ അതുകൊണ്ടാണോ പോയത് എന്നൊക്കെയുള്ളൊരു തോന്നൽ നമുക്ക് സ്വയം ഡൗട്ട്ഫുൾ ആവും നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേറെ റിലേഷനിൽ പോകുമ്പോൾ നമുക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷനാണ്, മറ്റേ ആൾക്ക് കുശുമ്പും തോന്നും. ഈ 2 കാര്യത്തിനായാലും പുതിയ റിലേഷനിൽ പോകുമ്പോൾ ഭയങ്കര പ്രശ്നം വരാം. കാരണം മറുഭാഗത്തു നിന്ന് അവർ നമുക്ക് തന്നിട്ടുള്ളൊരു മെമ്മറി ഉണ്ട്. ആ മെമ്മറി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാൻ കുറേ മാസങ്ങളും വർഷങ്ങളും എടുക്കും. കുറേ നാൾ നമ്മൾ ഒരാളായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒന്നിച്ച് പോയതല്ലേ. അപ്പോൾ അവരുടെ മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഒരു പുതിയതായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആളുമായിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് പോയി, ചായ നല്ലോണം പൊള്ളുന്ന ചില്ല് ഗ്ലാസ്സിലൊരു ചായ കൊണ്ടുവന്ന് വെച്ചു എന്ന് വിചാരിക്കും. മുമ്പത്തെ റിലേഷൻഷിപ്പിലുള്ള ആൾ ചിലപ്പോൾ മോളൂസിനെ അത് ആറ്റി തരാറുണ്ടാവും. ഈ പുതിയ റിലേഷനിലുള്ള ആൾ അത് ആറ്റിയൊന്നും തരുന്നില്ല, അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പോകും, മറ്റേ ചേട്ടനായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ആ പഴയ മെമ്മറിയൊക്കെ മാഞ്ഞു പോകാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ വീഴുന്നത് വലിയ കുഴിയിലേക്കായിരിക്കും. ഇതിട്ട് സക്സസ് ആവില്ല, മറ്റേ നമ്മൾ ഓവർകം ചെയ്യൂല. ഇതിന് റീബോണ്ട് റിലേഷൻഷിപ്പ് അല്ലേ പറയാം. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പിൽ പോയാൽ ചിലപ്പോൾ ഈ വ്യക്തി ആ ഉണ്ടായിട്ടുള്ള ട്രോമയൊക്കെ മാറ്റിയെടുക്കുകയാണെങ്കിലോ, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നല്ലതാണ്. പക്ഷെ അങ്ങനെ വളരെ റെയർ കേസിലാണ് അങ്ങനെ ഉണ്ടാവുക. ഈ രണ്ടാമത് വരുന്ന വ്യക്തി എപ്പോഴും അവസരം ഉപയോഗിക്കാൻ വന്നവനായിരിക്കും.
കാരണം നമ്മുടെ റിലേഷനിൽ നമ്മൾ ആകെ പെട്ട് കിടക്കുകയാണ്, നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ബെസ്റ്റിയുടെ രൂപത്തിലായിരിക്കും രണ്ടാമത്തെ ആൾ എപ്പോഴും വരാം. ബെസ്റ്റി, നമ്മളെ കേൾക്കാൻ ഒരാൾ. ഈ ബെസ്റ്റികൾ എന്ന് പറയുന്നത് ഭയങ്കര കള്ളത്തരമുള്ള ആളുകളാണ്. ബെസ്റ്റികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൽ ഡിക്ഷണറിയിൽ ബെസ്റ്റീസ് ആർ ഫ്രോഡ്സ്, ബെസ്റ്റികൾ ഫ്രോഡുകളാണ്. കാരണം അവരിട്ട് കാമുകനല്ല, അവരിട്ട് ഫ്രണ്ടും അല്ല, അവർ ബെസ്റ്റിയാണ്. അവർ ഇടയിൽ നിൽക്കുകയാണ്. ഒന്നില്ലെങ്കിൽ അന്തസ്സായിട്ട് ഞാൻ ഫ്രണ്ടാന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ ലവറാന്ന് പറയണം. രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ ഏത് നിമിഷം വേണമെങ്കിൽ ഫ്രണ്ടാവും, ഏത് നിമിഷം വേണമെങ്കിൽ മറ്റേ ഇതിലേക്ക് പോകും. അപ്പോൾ അവർക്കൊരു സ്റ്റാൻഡില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്പാതിരിക്കുകയാണ് നല്ലത്. അവർ ഏത് സമയം നമ്മളെ റോട്ടിലിട്ട് പോകും. എന്തോ ആലോചിച്ചു. ഞാൻ ആലോചിക്കില്ലായിരുന്നു, ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു, ഓർപ്പിച്ചത് നന്ദി. അല്ല, ചില ബെസ്റ്റ് എന്ന ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് നല്ലൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ അത്യാവശ്യം അവിടെ ഇല്ല അല്ലെ. മൂന്നാമതൊരാൾ വരുമ്പോഴല്ലേ ഒരു റിലേഷൻഷിപ്പ്. അതെ അതെ അതെ, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോഴാണ് പ്രശ്നം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഏറ്റവും അധികം ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലത് കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ ഈഗോ മാറ്റി വെച്ചിട്ട് സംസാരിക്കാനായിട്ട് തയ്യാറാവണം. അതല്ലാണ്ട് നീ ആദ്യമുണ്ട്, ഞാൻ ആദ്യമുണ്ട്, മറ്റാൾ ആദ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു വരുന്ന ആളുണ്ടല്ലോ, അവനാണ് ശരിക്കും താരം. കാരണം അവർ ഇവിടെ കുറേ പറഞ്ഞു കൊടുക്കും, ഇപ്പുറത്ത് കുറേ പറഞ്ഞു. കാരണം ഒരാൾക്കും നമ്മുടെ റിലേഷനിലുള്ള പ്രശ്നം എന്താണെന്ന് മൂന്നാമത്തെ ഒരാൾക്ക് അറിയില്ല. അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ചില ആളുകൾ വളരെ സിമ്പിളായിട്ട് വന്ന് പറയാറുണ്ട്, ഇതാണോ പ്രശ്നം, ഹയ്യേ ഇതൊക്കെ സിമ്പിള്. ആ പറയണ ആളുടെ ചെകള നോക്കിയിട്ട് പൊട്ടിക്കണം എന്നാണ് ഞാൻ പറയാം. പിന്നെ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നം എന്താണെന്ന് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? കാരണം നമ്മൾ കടന്നു പോകുന്ന ഒരു സീരിയസ് ഇഷ്യൂ ആയിരിക്കും. ഇപ്പോൾ ആ മൂന്നാമത് വന്ന ആൾക്ക് ചിലപ്പോൾ അതൊരു ഇഷ്യൂ ആയിരിക്കില്ല. അത് വിചാരിച്ചാൽ അവന് പറയാൻ പറ്റൂ അതൊരു സിമ്പിളായ കാര്യമാണെന്ന് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നം നമ്മുടെ ഇടയിൽ തന്നെ തീർക്കാൻ പറ്റുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ അത്രയും മോശം ഒരു സാഹചര്യം വരികയാണെങ്കിൽ കൗൺസിലിങ്ങിന് പോവാം. നമ്മളെ പരിചയമില്ലാത്ത മൂന്നാമതൊരാളുടെ അടുത്തേക്ക് പോവാം. പരിചയമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ആരുടെയെങ്കിലും ഒരാളുടെ സൈഡ് അവർ നിൽക്കുമല്ലോ തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഒട്ടും പറ്റാത്ത സാഹചര്യങ്ങളിൽ പറ്റുന്നതാണ് നല്ല അടിപൊളി കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്, അവിടെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ മൂന്നാമതൊരാളടുത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പറയരുത്. കാരണം നമ്മുടെ പ്രശ്നം കുറച്ച് കഴിഞ്ഞാൽ തീരും. പക്ഷെ ഇവര് നമ്മളെ കാണുന്ന ഈ കണ്ണിക്കൂടെയാവും. നമ്മുടെ തല്ല് തീരെ നമ്മളിവരെ കുറിച്ച് നമ്മുടെ തല്ല് തീരും. നമ്മളിതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടോ അവളെ വീണ്ടും അവൻ്റെ അടുത്ത് നമ്മള് ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് കുറെ കുറ്റം ഈ മൂന്നാമത്തെ ആളോട് പറഞ്ഞിട്ടുണ്ടാവും. അവരതൊക്കെ എടുത്ത് വെച്ചിട്ട് എൻ്റെ ഉണ്ട് നീ അയച്ച സ്ക്രീൻഷോട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്താനും മതി. എന്തിനാ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണം. അപ്പൊ ആരുടെ ഒന്നും പറയാൻ പറ്റില്ല, അതായിരിക്കും നല്ലത്. അതെ, സത്യത്തിൽ ഞാൻ സംസാരിക്കുന്ന മുഴുവൻ സ്ത്രീകളെ കുറിച്ചാണെങ്കിലും പുരുഷന്മാരാണ് ആക്ച്വലി പാവങ്ങൾ. പുതിയ എന്താ പറയാ ന്യൂജൻ പെണ്ണുങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം അവനെ. ഒരാൾക്ക് 8 ഹഗ് ഒരു ദിവസത്തിൽ കിട്ടണം എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഒരു ദിവസം എത്ര ഹഗ് വെച്ച് കിട്ടാറുണ്ട്? എനിക്ക് ഇവിടെ ഒന്നും കിട്ടാറില്ല. പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണം അല്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റായിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കുറേ നെഗറ്റീവ്